ഷിഗല്ല രോഗവ്യാപനത്തിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സ്കൂൾ പരിസരത്തുള്ള നിരവധി വീടുകൾ കേന്ദ്രീകരിച്ചാണ് NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടിയും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗവ്യാപനത്തിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സ്കൂൾ പരിസരത്തുള്ള നിരവധി വീടുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ലഘുലേഖകൾ വോളണ്ടിയർമാർ വീടുകളിൽ വിതരണം ചെയ്തു. ലഘുലേഖ വിതരണത്തിന് പുറമെ കൃത്യമായ വ്യക്തിശുചിത്വം പാലിക്കുക, ആഹാരപാനീയങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്നീ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വീട്ടുകാർക്ക് വിശദീകരിച്ച് നൽകി. പിന്നെ മലിനമായ വെള്ളത്തിൽ കൂടെയൊക്കെയാണ് ഇത് കൂടുതൽ പകരുന്നത്. അപ്പം ലക്ഷണങ്ങൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കം, പനി, വയറുവേദന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ പോവുക. അതായത് നമ്മൾ പനിയാന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രശ്നമാണ് ഇത് കൂടുതൽ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. പനി അതായത് മാറാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയൊന്ന് നോക്കുന്നത് നല്ലതാണ്. വയറ്റിളക്കമൊക്കെ ഉണ്ടാവും, ഇതായിട്ട് ചിലപ്പോൾ ഭക്ഷണം പിടിക്കാത്തതിൻ്റെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നോക്കണം. കാര്യം പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഈ എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട് കൊതുകിൻ്റെ ശല്യവും കൂടുതലാണ്. ചെയ്യുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷനും വീടുകളിലെ കിണറുകളിൽ നടത്തി. CDNet ന്യൂസ് കായംകുളം.